ആവശ്യമുള്ളതൊക്കെ എടുത്ത് പെട്ടെന്ന് വന്നേക്കണം. നീ എന്താ സ്വപ്നം കണ്ടത്? പിന്നെ പറയാം. നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? നീ ഇവിടെയൊക്കെ നോക്ക്, ഞാൻ അവിടെ നോക്കാം. എന്റെ അമ്മോ, എന്താ പ്രേതാലയോ? ഈ സ്വപ്നത്തിൽ കണ്ട മുത്തശ്ശിയല്ലേ? മുത്തശ്ശിയുടെ കയ്യിലുള്ള അതേ പേപ്പർ. ഇതെന്താ? നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഡാ അപ്പു, ഈ മുത്തശ്ശിയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. നിനക്ക് തോന്നിയതാവും. തോന്നിയതല്ല, ഈ മുത്തശ്ശിക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. ഇനി വല്ല മുറുക്കാൻ വേണോ നാണോ? നിനക്കിന് കേശുവിന്റെ വല്ല ബാധയും കേറിയോ? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇതൊക്കെ നമുക്ക് അങ്കിളിനോട് പറഞ്ഞാലോ? അയ്യോ വേണ്ട, ഡാഡി വഴക്ക് പറയും. നമ്മളിതൊക്കെ ആരോടാ ഇപ്പൊ പറയാ? നമ്മളെ ഇപ്പോ ആരോ വാച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്കിതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നു. നീ ഒന്ന് പേടിക്കാതെ. സ്വപ്നത്തിൽ ഞാനൊരു പെൺകുട്ടിയെയും കണ്ടു. മമ്മി പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയത്തി ചെറുതിലെ ഇവിടത്തെ കിടത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അത് വേണോ? വേണം. ഇവിടെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. I feel like someone else is here. മോളെ, എന്ത് പറ്റി? എന്നെ ആരോ കിണറ്റിൽ തള്ളിയിട്ടു. എന്നെ ആരും തള്ളിയിട്ടൊന്നുമല്ല, നീ തല കറങ്ങി വീണതാ. മോള് വാ, നമുക്ക് അമ്മയുടെ വീട്ടിലൊന്ന് പോകാം. ഇതാരൊക്കെയാ വന്ന്? എത്ര നാളായി കണ്ടിട്ട്? ബാക്കിയുള്ളവരൊക്കെ എവിടെയാ പോയേ? ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. വലിയടുത്ത് സുമതിയുടെ മോളെ പിറന്നാളാ ഇന്ന്. അവരവിടെ പോയതാ. ഇന്നോട് ചേട്ടൻ വരുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ അവിടെ പോയില്ല. ആന്റി വന്നേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ മക്കളെ, ചേട്ടൻ ഇരിക്കെ, ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. ആന്റി, ആ തറവാട്ടിലെ ഫോട്ടോ കാണുന്ന മുത്തശ്ശിയില്ലേ, ഇവള് സ്വപ്നം കണ്ടു എന്നാ പറയണേ. ഡാഡിനോട് പറഞ്ഞ ഇതൊന്നും വിശ്വസിക്കില്ല. ഏട്ടാ അങ്ങനെയാ? അതുപോട്ടെ, മോളോട് മുത്തശ്ശി എന്താ പറഞ്ഞേ? എനിക്കെന്താ സമ്മാനം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. അമ്മമ്മയുടെ കയ്യില് ഒരു മാന്ത്രിക പുസ്തകം ഉണ്ടായിരുന്നു. പക്ഷേ അതെവിടെയാണെന്ന് ആർക്കും അറിയില്ല. മാജിക് ബുക്കോ? ഓ, വെരി ഇൻട്രസ്റ്റിംഗ്. മുത്തശ്ശി ആന്റിക്ക് തന്നില്ലേ? ഓ, അത് കിട്ടിയിട്ട് എനിക്കെന്തിനാ? എനിക്ക് കിട്ടിയാലേ അപ്പോഴേ പൂജാമുറി കൊണ്ട് ഞാൻ വെക്കും. നിങ്ങളെ പ്രായത്തിലാ ലക്ഷ്മിക്കുട്ടി കിണറ്റിൽ വീണ് മരിച്ചത്. ആ ബുക്ക് തട്ടിയെടുക്കാൻ നോക്കിയോണ്ട് ദൈവം കൊടുത്ത ശിക്ഷയെന്നാ എല്ലാരും പറയുന്നേ. ആവശ്യമില്ലാത്ത ഓരോ കഥകൾ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കരുത്. കഥ കേട്ടാ നമ്മളിങ്ങനെ ചുമ്മാ ഓരോന്ന് പറയുകയായിരുന്നു. അതെ അങ്കിൾ. ഡാഡി, എനിക്ക് ഈ കഥകളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അറിയില്ലേ? സമയം ഒത്തിരിയായി, നമ്മൾ പോകുകയാണ്. ശരി ഏട്ടാ. ഇതെന്താ? അത് അവിടെ നിന്ന് കിട്ടിയതാ. ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ഇതൊരു മാപ്പാണല്ലോ. ഈ മാപ്പ് ഫോളോ ചെയ്ത് നമുക്ക് എന്തോ വിലപ്പെട്ടത് കിട്ടും.